നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, ചെമ്മാട്. മുസ്ലിം ലീഗിന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത രാജ്യസഭാ സീറ്റ് കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുന്ന സാഹചര്യമുണ്ടായാൽ PK കുഞ്ഞാലിക്കുട്ടി തന്നെ ഏറ്റെടുത്തേക്കുമെന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ. അങ്ങനെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായേക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ നൽകാമെന്ന് പറഞ്ഞ് യൂത്ത് ലീഗ് നേതാക്കളെയും വെളിച്ചപ്പാടിനെ പോലെ നടക്കുന്ന PMA സലാമിനെയൊക്കെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. അവരിൽ ആർക്കെങ്കിലും സീറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്തിലല്ലാത്ത ഒരു മുൻ MP കേരളത്തിലെ ലീഗിന് ഇപ്പോൾ ഇല്ല. മറ്റു പ്രധാന പാർട്ടികൾക്കൊക്കെ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അധികാര സ്ഥാനങ്ങൾ ഇല്ലാത്ത 2 മുൻ MP മാർ ലീഗിനുണ്ടാകും. ലീഗ് ഇനിയും നിലനിൽക്കണമെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ലീഗുകാർ തന്നെയാണെന്നും KS ഹംസ പറഞ്ഞു. പെൻഡിങ് വെച്ചിരിക്കുകയാണ് രാജ്യസഭാ സീറ്റ്, അതുകൊണ്ടാണ് പെൻഡിങ് വെച്ചിരിക്കുന്നത്. ആ ഒരു രാജ്യസഭാ സീറ്റ് വെച്ചുകൊണ്ടേ ഒരുപാട് ഘടകങ്ങളെ ഒതുക്കി നിർത്തിയിട്ടുണ്ട്. ഒന്ന്, യൂത്ത് ലീഗുകാരെ അങ്ങർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ട്. PMA സലാം വെളിച്ചപ്പെട്ടുകൊണ്ട് കിടക്കുകയാണ്. വെളിച്ചപ്പെടുക അറിയില്ലേ, അവസാനം ഇവിടെ ഭാഷ ഉപയോഗിക്കുന്നവരല്ല, വെളിച്ചപ്പെട്ടുകൊണ്ട് കിടക്കുകയാണ്. CMA സലാമിലും ആ ഒരു രാജ്യസഭാ സീറ്റാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല വേറെയും ചിലരെ പറഞ്ഞിട്ടുണ്ട്. വിദേശ വ്യവസായിയോടും ഈ രാജ്യസഭാ സീറ്റ് അങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതേസമയം ആളെ പറയുന്നില്ല, ആ വ്യക്തിയെ പറയുന്നില്ല, ഒരു വിദേശ വ്യവസായി. പിന്നെ അത് കൂടാതെ ഇതൊക്കെ വന്നു, ഇതെല്ലാം നടന്നു. അവസാനം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവസാനം ഈ രാജ്യസഭാ സീറ്റ് താൻ തന്നെ അങ്ങോട്ട് എടുത്ത് താൻ തന്നെ അങ്ങോട്ട് പോയി താനവിടെ മന്ത്രിയാവാനുള്ള ശ്രമം നടക്കാനും സാധ്യതയുണ്ട്. അതിനൊക്കെ വേണ്ടി ആണ് അത് പ്രഖ്യാപിക്കാതിരിക്കുന്നത്. അതാണ് പെൻഡിങ് വെച്ചിരിക്കുന്നത്. കുട്ടി അത് വേറെ ഭാഷയാണ്, ഞാൻ അതിലേക്ക് ഉപയോഗിക്കുന്നില്ല. എന്തായിരുന്നാലും അപ്പോൾ അതിനു വേണ്ടിയാണ് അത് പെൻഡിങ് വെച്ചിരിക്കുന്നത്. വേണ്ടി വന്നാൽ, അങ്ങനെ വന്നാൽ വേങ്ങരക്കാർക്കൊരു ഭാഗ്യം ഉണ്ടാവും. കാരണം അവർക്ക് ഒന്നുകൂടി വോട്ട് ചെയ്യാലോ. വേങ്ങരക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോകാലോ. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ യോഗത്തിൽ പറഞ്ഞു, 25 കൊല്ലമായി ഈ KS ഹംസ എന്നെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനന്ന് പറഞ്ഞ മറുപടി, എനിക്കറിയില്ല, ഐസ്ക്രീം കേസ് തുടങ്ങിയ മുതൽക്കാന്ന് പറഞ്ഞു. പിന്നെ നിരന്തരമായിട്ടുണ്ടായ എന്തെല്ലാം വെല്ലുവിളികൾ പാർട്ടിക്കുണ്ടാക്കി, എന്തെല്ലാം വിഷയങ്ങളുണ്ടാക്കി, അതൊക്കെ ഇരിക്കട്ടെ. ഞാൻ അതിലേക്ക് ഇപ്പോൾ നിങ്ങൾ കിടക്കണ്ട, എണ്ണത്തിലേക്ക് കിടക്കണ്ട. അപ്പോൾ ഇതിൽ നിൽക്കാം നമുക്ക് ഈ വിഷയത്തിലേക്ക്.